പ്രളയകാലത്ത് കേരളത്തിന്റെ രക്ഷാസൈന്യമായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തയ്യാറെടുക്കുകയാണ്. കടലിൽ കുടുങ്ങിപ്പോകുന്നവരെ രക്ഷിക്കാൻ ഇവർക്ക് ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിലാണ് വിദഗ്ധ പരിശീലനം നൽകുന്നത്. തീരദേശ ഗ്രാമങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 900ഓളം മത്സ്യത്തൊഴിലാളികൾ പരിശീലനം കഴിഞ്ഞ് ഉടൻ പുറത്തിറങ്ങും. പ്രകൃതി ദുരന്തങ്ങൾ ഏറെ കണ്ടതാണ് കേരളം. കേരളത്തിന്റെ രക്ഷാസൈന്യമെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെയാണ്. ആ വിശേഷണത്തിനൊരു കാരണമൊന്നുണ്ടായിരുന്നു, മറ്റൊന്നുമല്ല, പ്രളയകാലത്ത് അവർ നടത്തിയ അസാധാരണമായ ഈ ഇടപെടലുകളാണ്. കടലിൽ കുടുങ്ങിപ്പോയ നമ്മുടെ മേഖലകളിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിപ്പോയ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അന്ന് കയ്യും മെയ്യും മറന്ന് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അവർ രംഗത്തിറങ്ങിയ കാഴ്ച സ്വാഭാവികമായും ആ ഒരു വിശേഷത്തിൽ അവരെ അർഹരാക്കി. തീരുന്നില്ല, മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ ട്രെയിൻഡ് ആവേണ്ടതുണ്ട്. അവർക്ക് കൂടുതൽ പരിശീലനം ഈ മേഖലയിൽ ആവശ്യമാണ് എന്ന തിരിച്ചറിവിലാണ് സർക്കാർ ഒരു പുതിയ ദൗത്യത്തിൽ ഇറങ്ങുന്നത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ, തെരഞ്ഞെടുക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ സ്പോർട്സ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രത്യേക പരിശീലനത്തിന് സജ്ജമാക്കുകയാണ് കേരളം. ഇതിനായി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എനിക്ക് പിന്നിലായി കാണുന്ന ഈ സംഘം. ഇത് അവസാന ഘട്ടത്തിൽ 900ഓളം പേർക്ക് ട്രെയിനിങ് നൽകുന്നതിൽ അവസാന ഘട്ടത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു ബാച്ചാണ് ഉണ്ടാവുന്നത്. എന്താണ് ഇവരുടെ നീക്കങ്ങൾ നമുക്ക് പരിശോധിക്കാം. നിങ്ങളൊക്കെ എവിടുന്ന് വരുന്നു? കോഴിക്കോട്. അല്ലേ? ഇവിടെ വന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന പരിശീലനം എങ്ങനെയാണ്? വളരെ നല്ല രീതിയിലുള്ള പരിശീലനം കിട്ടിയത്. ഒന്നുകൂടി ശാസ്ത്രീയമായ രീതിയിൽ ഇവിടുന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മുമ്പ് ചെറിയ റെസ്ക്യൂ നടത്തിയെങ്കിലും പക്ഷേ അതിനുള്ള പോരായ്മകളെല്ലാം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ടെക്നിക്കൽ പരമായിട്ട് ഓരോ രീതിയിലുള്ള ഇതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പല വ്യക്തികളും മുങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന നീന്ത അറിയാത്ത ആൾക്കാരെല്ലാം കൂട്ടിപ്പിടിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ സേവ് എങ്ങനെ ചെയ്യാമെന്നുള്ള ടെക്നിക്കുകളെല്ലാം കൂടുതലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. റെസ്ക്യൂ ആണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യണമെന്നതൊക്കെ. നിങ്ങളൊക്കെ പരമ്പരാഗതമായി മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിൽക്കുന്നവരാകും. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കടലിൽ നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടുന്നുള്ള പരിശീലനം ഒന്നുകൂടി ഈ രക്ഷാപ്രവർത്തന സമയത്ത് ശാസ്ത്രീയമാവേണ്ടതുണ്ട് എന്ന കാര്യമാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിലിരുന്നും കൂടുതൽ അറിവാണ് നമുക്ക് കിട്ടിയത്. അത് ഇങ്ങനെ ടെക്നിക് മോഡലിൽ ചെയ്യാം. നമുക്ക് ഇങ്ങനെ വാരി വലിച്ചു കൊണ്ടുവരുന്നതിനേക്കാളും സുഖത്തിൽ എങ്ങനെ എത്ര നമ്മുടെ വിക്ടത്തിന് സേഫ്റ്റിയും നോക്കണം, നമ്മുടെ സേഫ്റ്റിയും അതിലൂടെ നോക്കിയിട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അവർക്ക് വന്നിട്ട് എന്തൊക്കെ ശുശ്രൂഷ ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അതൊക്കെയാണ് കൂടുതലായി ടെക്നിക് പരമായിട്ട് പഠിപ്പിച്ചത്. വെള്ളത്തിൽ പ്രത്യേകിച്ച് ജീവനുമായി മല്ലിട്ട് അപകടത്തിൽപ്പെട്ട് വെള്ളത്തിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിന് ശാസ്ത്രീയമായ പല വശങ്ങളും പരിശീലിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് സ്വയരക്ഷ പ്രധാനമാണ്. ഒപ്പം തന്നെ അപകടത്തിൽപ്പെട്ടയാളെയും രക്ഷപ്പെടുത്തണം. അതിന് എങ്ങനെ ഈ ശാസ്ത്രീയ സാധ്യതകൾ ഉപയോഗപ്പെടുത്താം? നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളവരാണെങ്കിൽ കൂടിയും ശാസ്ത്രീയമായി പരമാവധി പരിക്ക് കുറച്ച് ഇവരെ ജീവിതത്തിലേക്ക് എങ്ങനെ തിരികെ കൊണ്ടുവരാം എന്ന പരിശീലനമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഒപ്പം തന്നെ കടലെന്ന സങ്കീർണാവസ്ഥകളെ എങ്ങനെ കൂടുതൽ ശാസ്ത്രീയമായി നേരിടാമെന്ന പരിശീലനവും ഇവിടെ നടക്കുന്നുണ്ട്. എന്താണ് ഈ പരിശീലനത്തിൻ്റെ ഒരു പ്രധാനമായി നിങ്ങൾ കൊടുക്കുക? കാരണം ഓൾറെഡി ഇവരൊക്കെ ട്രെയിൻഡ് ആണ്, പരമ്പരാഗതമായ ജന്മനാ തന്നെ. അതിനും അപ്പുറമുള്ള എന്ത് പരിശീലനം അവിടെ കൊടുക്കാൻ പറ്റും? അതായത് ഞങ്ങളിവിടെ ലൈഫ് സേവിങ്ങിൽ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് റെസ്ക്യൂ, എങ്ങനെ ആളിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരണം. ഇപ്പം നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ കയ്യിൽ റെസ്ക്യൂ എക്യുപ്മെന്റ്സ് ഒന്നും വേണമെന്നില്ല. അപ്പോൾ റെസ്ക്യൂ എക്യുപ്മെന്റ് ഇല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുവരണം, ഉണ്ടെങ്കിൽ എങ്ങനെ കൊണ്ടുവരണം. അതൊരു ബോർഡ് ആയിക്കോട്ടെ, ഒരു ബോട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റെസ്ക്യൂ ട്യൂബ് ആയിക്കോട്ടെ, അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് റെസ്ക്യൂ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരാളെ ഇവർക്ക് ആർക്കും അറിയത്തില്ല എങ്ങനെ CPR കൊടുക്കേണ്ടത്. പൾസ് ഇല്ല, അയാൾ ബ്രീത്ത് എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ അയാൾക്ക് CPR കൊടുക്കണം. ആ CPR ടെക്നിക്സ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ്, 10 തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡ്. ഈവൻ ഹാർട്ട് അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യണം, പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം, അതിനുള്ള ഫസ്റ്റ് എയ്ഡ്, അതിന്റെ ലക്ഷണങ്ങൾ എന്താണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബോട്ടിൽ പോയിട്ട് പിന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ആളിനെ എങ്ങനെ കൊണ്ടുവരണം, കോൺഷ്യസ് ആയുള്ള ആളിനെ എങ്ങനെ ബോട്ടിനകത്ത് കയറ്റണം, ഡെഡ് ബോഡി എങ്ങനെ ബോട്ടിനകത്ത് കയറ്റണം, അതുപോലെ ഒരു സ്പൈൻ ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഫ്രാക്ചറോ ഉള്ള ഒരു വ്യക്തിയെ സ്പൈൻ ബോർഡിൽ കിടത്തിയിട്ട് ബോട്ടിൽ എങ്ങനെ കയറ്റണം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി അതുപോലെ ഒരു പ്രളയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രളയത്തിൽ അവർ ഒരുപാട് പേരെ രക്ഷപ്പെടുത്തി. അതുപോലെ അതിനേക്കാളും കൂടുതൽ ശാസ്ത്രീയമായിട്ട് അവർക്ക് ഈ ജോലി ധൈര്യത്തോടു കൂടി ചെയ്യാനുള്ള കഴിവ് ഇന്ന് ഇവർക്ക് ഉണ്ട്. അതാണ് ഇതിൽ നമ്മൾ. നിങ്ങളൊക്കെ ഈ പരിശീലനം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് എന്നാൽ നിങ്ങളുടെ പതിവ് മത്സ്യത്തൊഴിലാളി മേഖലയിലെ ആ പണിയെടുക്കുന്നതിനൊപ്പം ഇത്തരം അപകടങ്ങളിൽ മുൻനിര പോരാളികളായി നിങ്ങൾ ഉണ്ടാവും. അവർ ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കൂടുതൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇതിനെക്കുറിച്ച് അറിവ് നമുക്ക് പകരുന്നതാണ്. നമുക്ക് ഇവിടെ വന്നതിന് ശേഷം CPR-നെ കുറിച്ചും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും ഒക്കെ അറിയാൻ പറ്റി. മുമ്പ് ഒന്നും അത്ര പരിചയമില്ലായിരുന്നു. പിന്നെ ഒരാളെ കടലിൽ ഇങ്ങോട്ട് കരയിലേക്ക് എത്തിക്കുന്ന രീതി, ബോട്ടിൽ കയറ്റുന്ന രീതി എല്ലാം പഠിക്കാൻ പറ്റി. തീർച്ചയായും നല്ലൊരു ഇതാണ്. ഈ കടൽ തീരമാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു ട്രെയിനിങ്ങിന്റെ വേദിയാവുന്നത്. കാരണം വിശാലമായ
ഒരു കടൽ മേഖലയാണ്. ഇവിടെ എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത്, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത്, കടലിൽ അപകടത്തിൽപ്പെടുന്നയാളെ കൊണ്ടുവരുന്നതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇവർക്ക് പരിശീലനം നൽകി തന്നെ ഇവരെ വളരെ ട്രെയിൻഡായി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാനത്തിൻ്റെ രക്ഷാ സൈന്യം അവർ കൂടുതൽ ഇക്വിപ്ഡ് ആവുകയാണ്, കൂടുതൽ ശാസ്ത്രീയ പരിശീലനം നേടി അവർ നമ്മുടെ രക്ഷാ സൈന്യം ഒന്നുകൂടി ശക്തപ്പെടുകയാണ്. അങ്ങനെ കേരളത്തിൻ്റെ തീരമേഖലകളിൽ 900-ലധികം വരുന്ന ഒരു പുതിയ രക്ഷാ സൈന്യം രൂപപ്പെടുകയാണ്. ഇവരിൽ മാത്രം ഇത് ഒതുങ്ങുന്നില്ല. ഇവരിൽ നിന്ന് ഇവർക്ക് കിട്ടിയ അറിവുകൾ പലരിലേക്കും പങ്കുവെച്ചുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നി തൻ്റെ സഹപ്രവർത്തകരെ, കടലിൽ അപകടത്തിൽപ്പെടുന്നവരെ എങ്ങനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം എന്നതിൻ്റെ ഒരു പുതുമുദ്ര കൂടിയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഗോവയിൽ നിന്നും TG സാജിദ്, ന്യൂസ് 8. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.